ക്രിസ് ഗാർണറിൻ്റെ കഥ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ടോ? എല്ലാം നഷ്ടപ്പെട്ട് ഒരു പബ്ലിക് ബാത്റൂം പോലും ഒരു രാത്രിയുടെ നിദ്രയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഇടമായി മാറുന്ന തരത്തിൽ ജീവിതത്തിൽ വീണുപോയിട്ടുണ്ടോ? ഇതാണ് ക്രിസ് ഗാർണറിൻ്റെ കഥ. താൻ വീണുപോയ ജീവിതത്തിൻ്റെ അഗാധ ഗർത്തത്തിൽ നിന്നും അതിൻ്റെ പൂർണ്ണ തകർച്ചയിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ജീവിതത്തിൻ്റെ അനന്ത വിഹായസിലേക്ക് സ്വർണ്ണ ചിറകു വിരിച്ച് പറന്നുയർന്ന ഒരു മനുഷ്യൻ്റെ കഥ. 1980കളിൽ ക്രിസ് ഗാർണർ സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു സാധാരണ കച്ചവടക്കാരനായിരുന്നു. വരുമാനമില്ല, വീടില്ല. എങ്കിലും ഒരു കയ്യിൽ തൻ്റെ പിഞ്ചു കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഒരിക്കലും എനിക്ക് പിന്മാറാനാവില്ല, കാരണം അവൻ്റെ ഭാവി എൻ്റെ കയ്യിലാണ്. ഒരുപാട് രാത്രികൾ അയാൾ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് അവസാന അത്താണി എന്ന നിലയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ബാത്റൂമിനുള്ളിൽ തണുപ്പിനോടും വിശപ്പിനോടും ദാരിദ്ര്യത്തോടും മല്ലിട്ട് നേരം പുലരാൻ കാത്തിരുന്നു. ഒരാൾ വന്ന് വാതിൽ മുട്ടി വിളിച്ചാൽ നഷ്ടപ്പെട്ടേക്കാവുന്ന ആ ബാത്റൂം നൽകുന്ന സുരക്ഷിതത്വം പോലും നഷ്ടപ്പെടുമോ എന്ന ഭയത്തോടെ. പക്ഷേ ആ അന്ധകാരത്തിൻ്റെ ദിവസങ്ങളിൽ പോലും അയാൾ ആരുടെയും കരുണയ്ക്ക് വേണ്ടിയോ ഔദാര്യത്തിന് വേണ്ടിയോ യാചിച്ചില്ല. പ്രതീക്ഷകൾ കൈവിടാതെ അയാൾ അധ്വാനിച്ചു. അധ്വാനത്തിൻ്റെ ചെറിയ ഇടവേളകളിൽ പല കമ്പനികളിലും ജോലിക്കായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പല പരിശ്രമങ്ങൾക്കൊടുവിൽ ഒരു സ്റ്റോക്ക് ബ്രോക്കർ കമ്പനിയിൽ അയാൾക്ക് വേതനമില്ലാത്ത ഇൻറ്റേൺഷിപ്പിന് അവസരം അനുവദിച്ചു കിട്ടി. ഉള്ളിലെരിയുന്ന പ്രതീക്ഷയുടെ അഗ്നിയല്ലാതെ മറ്റൊന്നും കയ്യിലില്ലാതിരുന്ന ജീവിതം. പക്ഷേ അയാൾക്കതൊരു വേദനയായി തോന്നിയില്ല. വിജയം അടിയറവ് പറയാതെ പൊരുതുന്നവൻ്റെ അവകാശമാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. സത്യത്തിൽ അയാൾക്ക് പിന്മാറാനാവില്ലായിരുന്നു. കാരണം അയാളൊരു കുഞ്ഞിൻ്റെ പിതാവായിരുന്നു, ഒരു പോരാളിയായിരുന്നു. ആ കുഞ്ഞു കണ്ണുകളിലെ സ്വപ്നത്തിൻ്റെയും പ്രതീക്ഷകളുടെയും സുരക്ഷിതത്വത്തിൻ്റെയും പ്രകാശം മങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് അയാൾക്ക് ചിന്തിക്കാനാവില്ലായിരുന്നു. ഒടുവിൽ വേതനമില്ലാതെ ഇൻറ്റേൺഷിപ്പ് നൽകിയ അതേ കമ്പനി തന്നെ അയാൾക്കൊരു എംപ്ലോയിയായി സ്ഥാനക്കയറ്റം നൽകി. കാരണം അയാൾക്ക് ലഭിച്ച അവസരത്തിൽ അയാൾ വെറുതെ തൻ്റെ ജോലി ചെയ്തു തീർക്കുകയായിരുന്നില്ല, മറ്റൊരാൾക്കും എത്തിപ്പിടിക്കാനാവാത്ത വിധം തൻ്റെ തൊഴിലിൻ്റെ അസാധാരണമായ മേന്മ കൈവരിക്കുകയായിരുന്നു. ബാക്കിയെല്ലാം ലോകം കണ്ട ചരിത്രമാണ്. തനിക്ക് ലഭിച്ച അതേ അവസരത്തിൽ നിന്നുകൊണ്ട് ക്രിസ് ഗാർണർ ഒരു $multi-million മൂല്യമുള്ള തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ചു. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ ഗാർണർ റിച്ച് ആൻഡ് കമ്പനി എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായി. ലോകത്തിലെ തന്നെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിരുന്ന പുസ്തകത്തിൻ്റെ രചയിതാവായി. ലോകത്താകമാനം ശ്രദ്ധ നേടിയ എക്കാലത്തെയും ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായ ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന സിനിമയ്ക്ക് പിന്നിലെ പ്രേരക തന്തുവായി. എല്ലാത്തിനും ഉപരിയായി അയാൾ തെളിയിച്ചത്, യു ആർ നെവർ ഡിഫൈൻഡ് ബൈ യുവർ ലോവസ്റ്റ് മൊമെൻറ്റ്, ബട്ട് യു ആർ ഡിഫൈൻഡ് ബൈ ഹൗ യു റൈസ് ഫ്രം ഇറ്റ് എന്നാണ്. അതായത് നിങ്ങളുടെ മൂല്യം ഈ ലോകം മനസ്സിലാക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായനായി ലോകത്തിന് മുന്നിൽ നിൽക്കുമ്പോഴല്ല, മറിച്ച് അവിടെ നിന്നും നിങ്ങൾ എത്തിപ്പിടിക്കുന്ന ജീവിതത്തിൻ്റെ ഉന്നതികളിൽ നിന്നുമാണ്. നിങ്ങളുടെ ജീവിതം ഒന്നുമല്ലാതാക്കി തീർക്കുമ്പോൾ, ലോകം മുഴുവൻ നിങ്ങൾക്ക് നേരെ വാതിലുകൾ അടയ്ക്കുമ്പോൾ, പിന്തിരിയാനോ ജീവിതത്തെ പിന്നിലുപേക്ഷിക്കാനോ മനസ്സിൽ തോന്നുമ്പോൾ, സ്വന്തം കുഞ്ഞിനെ മാറോട് ചേർത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ടോയ്ലറ്റിൽ അന്തിയുറങ്ങി രാപ്പകലില്ലാതെ കഠിനാധ്വാനത്തിലൂടെ യാഥാർത്ഥ്യത്തിനും സ്വപ്നത്തിനുമിടയിൽ പ്രതീക്ഷയുടെ സ്വർണ്ണനൂൽ കൊണ്ടൊരു പാലം തീർത്ത് ജീവിതത്തിൻ്റെ ഉന്നതിയിലേക്ക് കയറിയെത്തിയ ക്രിസ് ഗാർണറെ ഒന്നോർക്കണം. അതേ ശക്തി നിങ്ങളിലുണ്ട്, അതേ അവസരങ്ങൾ നിങ്ങൾക്കുമുണ്ട്. കീഴടങ്ങാതെ ഉണർന്നു പോരാടിയാൽ നിങ്ങളുടെ കാലം അവസാനിക്കുകയല്ല, നിങ്ങളെന്ന വിസ്മയത്തിൻ്റെ കഥ കാലം എഴുതാൻ തുടങ്ങിയാണെന്ന് മനസ്സിലാകും. ബി ഹാപ്പി, സ്റ്റേ ഫോക്കസ്ഡ്, കീപ് വാച്ചിങ്. Catch you in the next story. Thank you.